തമിഴ്നാടിൻ്റെ സ്വാദ് ഇപ്പോഴും നാവിൽ നിന്ന് പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തമിഴ് ഡിഷസ് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നതേ നമ്മൾ തക്കാളി ചോറാണ്, അതായത് തമിഴ്നാടിൻ്റെ സ്വന്തം തക്കാളി സാദമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പിൽ വെച്ച് നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകവും ഇഞ്ചി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു 4 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴണ്ടി വരാനും ചോറിനും എല്ലാത്തിനും കൂടെ ആവശ്യമായ ഉപ്പാണ് ഇപ്പോഴേ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി വാടി വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. 5 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വരും. അപ്പൊ തവി കൊണ്ട് തന്നെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇതും അടച്ചൊന്ന് വേവിക്കണം. പിന്നെ ഇതിന് ശേഷം അരി വേവാനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ മൊത്തം 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്ക് വെച്ചിട്ടാണ് എടുത്തത്. മൊത്തം 8 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാൻ 6 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്തത്. കാരണം എന്റെ പാത്രം ചെറുതായതുകൊണ്ട് അരിയും കൂടി ഇട്ടപ്പോഴത്തേക്ക് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അരി ഒന്ന് മുക്കാ വേവ് ആയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ബാക്കിയുള്ള 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി സാദം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.